കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്ത, രാഷ്ട്രീയ ആക്രമണ കേസുകളിൽ കണ്ണൂർ പയ്യന്നൂരിൽ കോൺഗ്രസും CPIM-ഉം ഒത്തുതീർപ്പിലെന്നാണ് ആരോപണം. CPIM പ്രവർത്തകർ പ്രതികളായ ആക്രമണ കേസുകൾ ചില നേതാക്കൾ ഒത്തുതീർപ്പാക്കുന്നുവെന്ന് കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് രൂപേഷാണ് ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കേസ് പണം വാങ്ങി ഒത്തുതീർപ്പാക്കിയെന്ന് ജില്ലാ നേതാവ് ബ്ലോക്ക് കമ്മിറ്റി യോഗത്തിൽ വെളിപ്പെടുത്തിയെന്നാണ് ആരോപണം. നിഖിൽ വിവരങ്ങളുമായിട്ട്. നിഖിലെ, ആരോപണം ഗുരുതരമാണ്. ഇപ്പോൾ ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇപ്പം ഇദ്ദേഹം ഒരു ആരോപണം, ഇപ്പൊ ഫേസ്ബുക്ക് കുറിപ്പൊക്കെ എഴുതിയിരിക്കുന്നത്, ആരുടെയെങ്കിലുമൊക്കെ പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയോ? ആരോപണം എന്താണെങ്കിലും ഗുരുതരമാണ്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, കോൺഗ്രസിന്റെ ജില്ലാ നേതാവ്, പയ്യന്നൂരിൽ നിന്നുള്ള ഒരു ജില്ലാ നേതാവ് കഴിഞ്ഞ ദിവസം ചേർന്ന ബ്ലോക്ക് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തി എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. 2012 ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് P. ജയരാജനെ അറസ്റ്റ് ചെയ്യുകയും പയ്യന്നൂർ മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു. അത്തരത്തിൽ ഈ ജില്ലാ നേതാവിന്റെ വീടും ആക്രമിക്കപ്പെട്ടിരുന്നു. ആ കേസ് 3 ലക്ഷം രൂപ വാങ്ങി ഒത്തുതീർപ്പാക്കിയെന്ന് ഇതേ നേതാവ് തന്നെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. അങ്ങനെ ഈ CPIM പ്രവർത്തകരിൽ നിന്ന് ഇത്തരത്തിൽ പണം വാങ്ങി കേസുകൾ ഒത്തുതീർപ്പാക്കുന്നത് പാർട്ടിയെ വഞ്ചിക്കലാണ് എന്ന് വിമർശിച്ചുകൊണ്ടാണ് രൂപേഷ് ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു കുറിപ്പിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രൂപേഷ് DCCക്ക് പരാതി നൽകി എന്നും പറയുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് പ്രവർത്തകർ ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയിലാണ് പയ്യന്നൂരിലുള്ളത്. കാരണം CPIM പ്രവർത്തകർ ഇത്തരത്തിൽ അക്രമക്കേസുകളിൽ പ്രതികളായി വരുന്ന സമയത്ത് അതിനെ നിയമപരമായി നേരിടാതെ ഇങ്ങനെ ഒത്തുതീർപ്പാക്കുന്നു. പ്രത്യേകിച്ചും ഒരു ജില്ലാ നേതാവ് തന്നെ അത്തരത്തിൽ പണം വാങ്ങി ആ കേസ് ഒഴിവാക്കി കൊടുക്കുന്നു എന്നുള്ളത് വലിയ വിമർശനമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അതൃപ്തി പരസ്യമാക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും അവിടെ കോൺഗ്രസ് പ്രവർത്തകർ. ഓക്കെ, ശരി. നമ്മുടെ നിഖിലാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.